ശ്രീ ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ അവസാനമായി കൂട്ടിച്ചേർക്കാനുള്ളത് വികസിത ഭാരതം എന്ന സ്വപ്നം നമുക്കിനി എത്ര ദൂരം മാത്രമാണ്? ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയി, ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഗവൺമെന്റ് ഒരേ ഒരു കാര്യം, റിസോഴ്സ് എന്ന് പറയുന്നത് മുതലാളി ടാക്സ് അടച്ചാലേ ഈ പാവപ്പെട്ട എന്താണ് നമ്മുടെ വനിതകൾക്കോ യുവാക്കൾക്കോ കർഷകർക്കോ പണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുതലാളി എന്തെങ്കിലും ബിസിനസ് നടത്തി ടാക്സ് അടച്ചാലേ ഗവൺമെന്റിന് വരുമാനമുള്ളൂ. അതുകൊണ്ട് മുതലാളികൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മുതലാളികളെ കുറച്ചുകൂടെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ സോഷ്യലിസവും സെക്യുലറിസവും സബ്കെ സാത്ത് സബ്കെ വികാസും ഇല്ലാതെ നമ്മുടെ ഗവൺമെന്റ് 10 വർഷം നിന്നിരുന്ന ഇപ്പൊ 400 സീറ്റും കണ്ടേനെ. 100 സീറ്റ് കുറഞ്ഞത് ഇടയ്ക്ക് സോഷ്യലിസത്തിലോട്ട് ഗവൺമെന്റ് തിരിച്ചു പോയതുകൊണ്ടാണ് 100 സീറ്റ് കുറഞ്ഞത്. ഇതാണ് എന്റെ വിശകലനം. അതായത് കുറച്ചുകൂടി ശക്തമായി മുതലാളിത്തത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ 400 സീറ്റും ഇപ്പൊ കണ്ടേനെ. ശരി ശരി ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, നോക്കൂ, ഒരു സർക്കാർ എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. സ്വാഭാവികമായിട്ടും 2014 അധികാരമേൽക്കുമ്പോൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞു, സബ്കെ സാത്ത് സബ്കാ വികാസ് സബ്കാ പ്രയാസ്, എല്ലാവരുടെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജ്യം അതിന്റെ വികസന പാതയിലേക്ക് മുന്നോട്ട് പോകും. ചോദ്യം, 6 പതിറ്റാണ്ട് കാലം കൊണ്ട് നമ്മൾ എടുത്ത നേട്ടവും 10 വർഷക്കാലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ നേട്ടത്തിന്റെയും വേഗതയുടെ വിഷയമാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. നോക്കൂ, എന്റെ സുഹൃത്ത് പറഞ്ഞു പൊക്രാനെ കുറിച്ച്. ഞാൻ വിനയപൂർവ്വം ചോദിക്കുന്നത്, പൊക്രാൻ യഥാർത്ഥത്തില് വാജ്പേയിയുടെ കാലഘട്ടത്തിന്റെ എത്രയോ മുമ്പ് നടക്കേണ്ട ഒരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം നടത്താൻ ഇന്ത്യയിലെ ആണവ ശാസ്ത്രജ്ഞന്മാർ കപ്പാസിറ്റി ഉള്ളവരായിരുന്നു. പക്ഷേ അതിനു മുമ്പുള്ള സർക്കാരുകൾക്ക് അത്തരം ഒരു പരീക്ഷണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ഭയാശങ്കകളും അതുമൂലം അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്ന ഇന്ത്യയോടുള്ള വിരോധവും ഭയന്നും അവർ പിന്മാറിയപ്പോൾ ഈ ഒരു കർക്കശമായ തീരുമാനമെടുത്ത് മുൻപോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പ്രവർത്തനത്തെ വേറിട്ടുള്ളതാക്കുന്നത്. ഒരു കാര്യം വളരെ കൃത്യമാണ്. നോക്കൂ, എന്റെ മുമ്പ് സുഹൃത്ത് മോഹൻ സാർ, ഞാൻ ഏറെ ബഹുമാനിക്കുന്നത്, അദ്ദേഹം നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. നോക്കൂ, ഗവൺമെന്റിന്റെ നയവൈകല്യങ്ങളുടെ തന്നെ പോരായ്മയായിരുന്നില്ലേ കാശ്മീർ 370-ാം വകുപ്പിലേക്ക് നീങ്ങിയിരുന്നത്? തിബത്തിനോടുള്ള ഭാരതത്തിന്റെ നയതന്ത്ര സമീപനം യഥാർത്ഥത്തില് ഭാരതം അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള ചൈനയുടെ കടന്നുകയറ്റത്തിന് കൂടുതൽ ആക്കം കൊടുത്തുവോ? കശ്മീരിന്റെ 370-ാം വകുപ്പിന് പ്രത്യേക പരിഗണനകളും ആ മണ്ണിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ തടയുന്നതിലും ആ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും ഭാരത സർക്കാരിനെ പുറകോട്ട് നയിച്ചുവോ? അവിടെയാണ് ഭാരതത്തിന്റെ ഇത്തരം നയപരിപാടികളോടുള്ള നിശ്ചയദാർഢ്യത്തോടെയുമുള്ള ആത്മവിശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മോഡിക്ക് കഴിഞ്ഞത്. 370-ാം വകുപ്പ് നീക്കം ചെയ്യുമ്പോൾ ശ്രീമാൻ ഹരിസാർ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ അതിനെതിരായി നടത്തിയ കോലാഹലങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും എന്തൊക്കെയായിരുന്നു? കോടതികളിലേക്ക് പോയി പ്രക്ഷോഭങ്ങൾ നയിച്ചു, ഗവൺമെന്റിനെ മാനസിക സമ്മർദ്ദത്തിലാക്കി. പക്ഷെ ഇന്ന് നാം അനുഭവിക്കുന്നു രാജ്യത്തിലെ നുഴഞ്ഞുകയറ്റത്തിൽ ഉണ്ടായിരിക്കുന്ന കുറവ്, കല്ലേറിലുണ്ടായിരിക്കുന്ന കുറവ്, അവിടെ കാശ്മീരി യുവാക്കൾക്ക് ദേശീയ മുഖ്യധാരയിലേക്ക് പങ്കെടുക്കാനും കശ്മീരി ആപ്പിൾ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിൽ വരുമാനം വർദ്ധിപ്പിക്കാനും കശ്മീർ മണ്ണിന്റെ ടൂറിസം സാധ്യത കശ്മീരി ജനതയുടെ വികസനത്തിനും വരുമാനത്തിനും അഭൂതപൂർവമായ വർധനവെത്താനും എം.എ. യൂസഫ് അലിയെ പോലെയുള്ള മലയാളി വ്യവസായികൾക്ക് പോലും അവിടെ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാനും രാജ്യത്തിലെ സിനിമാ വ്യവസായവും ടൂറിസത്തിലും ആ സംസ്ഥാനത്തിന്റെ പങ്ക് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞത് നമുക്ക് നിസ്സാരമായി കാണാൻ സാധിക്കുമോ? മറ്റൊന്ന്, രാജ്യം വർഷങ്ങളായി തുടർന്ന മറ്റൊരു നയം തന്നെയല്ലേ മോഹൻ സാറേ, ടെററിസത്തോടുള്ള നയം. ഈ രാജ്യത്തിന്റെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വർഷങ്ങളായി നമ്മൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ദർ ഇസ് നോ കോംപ്രമൈസ് ഓൺ ടെററിസം. ഭീകരവാദത്തോട് മൃദു സമീപനം പാടില്ല. ഭീകരവാദത്തെ അടിച്ചമർത്തണം. ഇത് രാജ്യത്തോടുള്ള നുഴഞ്ഞുകയറ്റമായാലും രാജ്യം നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളായാലും രാജ്യത്തിന്റെ പൊതുവായ നയം അതായിരുന്നു. പക്ഷെ നമുക്ക് കൈമോശം വന്നത് എവിടെയാണ്? ചില സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അത്തരം പ്രവർത്തനങ്ങളിൽ ശക്തമായ നടപടികളെടുക്കുന്നതിന് രാജ്യത്തിലെ ഭരണകൂട ധൈര്യം ഉണ്ടായില്ല. നോക്കൂ, കശ്മീർ മണ്ണിലേക്ക് ഭീകരവാദികളെ പരിശീലിപ്പിച്ചയക്കുന്നത് പാകിസ്ഥാന്റെ മണ്ണിലുള്ള ഭീകരവാദ പരിശീലന തറകളെ കുറിച്ചും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും ഈ രാജ്യത്തിന് അറിവില്ലാത്തത് കൊണ്ടായിരുന്നില്ല. പക്ഷേ രാജ്യത്തിനകത്ത് നുഴഞ്ഞുകയറ്റുന്നതിനെ നിയന്ത്രിക്കാനും അന്താരാഷ്ട്ര സമ്മർദ്ദമായ നടപടിയെടുക്കുന്നതിലും ഇന്ത്യ രാജ്യം അല്പം മാറി നിന്നു. സർജിക്കൽ സ്ട്രൈക്കിലേക്ക് ഒരു ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും നടത്തിയ പ്രവർത്തനങ്ങൾ രാജ്യത്തിൽ സന്ദേശം ചില്ലയൊന്നും ആയിരുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ നടന്ന സൂര്യങ്ങളെ കുറിച്ചാണ്. പിന്നെ ഹരിസാറിനോട് ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കുന്നത്,
അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. എന്റെ കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താം. ടാക്സിന്റെ കാര്യം സാർ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് ടാക്സിന്റെ കാര്യത്തിൽ ഒരു വർധനവും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് രാജ്യത്തിന്റെ ടാക്സിന്റെ ചക്രവാളത്തിനും പരിഗണനയും വരേണ്ട ആളുകൾ ടാക്സ് വെട്ടിപ്പിക്കുന്നതിനും ടാക്സ് വെട്ടിക്കാൻ ഭരണകൂടവും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിന്നതിന്റെ ഫലമായി രാജ്യത്തിനുണ്ടായ വരുമാന നഷ്ടമാണ് മോഡി ഗവൺമെന്റ് പരിഹരിച്ചത്. എന്റെ അറിവിൽ ഇൻകം ടാക്സ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇൻകം ടാക്സിന്റെ പരിധിയിലുള്ളവർ, ഇൻകം ടാക്സ് ഡിഡക്ഷൻ, ഇൻകം ടാക്സിന്റെ എക്സംഷൻ, അതിലൊക്കെ നമുക്ക് ഇളവുകൾ കൊടുക്കാൻ വേണ്ടി സാധിച്ചപ്പോൾ ഇൻകം ടാക്സ് വെട്ടിപ്പിൽ നിന്നും ആളുകളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരുവാനും രാജ്യത്തെ ടാക്സിന് അവകാശപ്പെട്ട ആളുകളുടെ നമ്പർ വികസിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ടാക്സിന്റെ അളവ് കുറയുമ്പോഴും ടാക്സ് വഴിയുള്ള വരുമാനം നമുക്ക് വർദ്ധിച്ചു. മറ്റൊരു കാര്യം കൂടെ ഞാൻ സാർ ശ്രദ്ധയിൽപ്പെടുത്താം. കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു മീഡിയ, ഒരു ചാനൽ തൃശ്ശൂർ വെച്ച ഒരു വലിയ കോൺക്ലേവ് നടത്തി. അതിന്റെ അവതാരിക വളരെ ബുദ്ധിമുട്ടിയിട്ട്, അതില് MA യൂസഫ് അലി ഉണ്ടായിരുന്നു, കല്യാണരാമൻ ഉണ്ടായിരുന്നു, മലബാറിന്റെ ഗോൾഡിന്റെ മുതലാളി ഉണ്ടായിരുന്നു. നിരന്തരമായിട്ട് അതില് ആങ്കർ ശ്രമിച്ചത് ഈ രാജ്യത്ത് നികുതി ഘടന അപര്യാപ്തമാണ്, നികുതി കൂടുതലാണെന്ന് പറയിപ്പിക്കാനായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, എന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് ഈ 3 പേരും പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യക്ക് പുറത്തും വ്യവസായം ചെയ്യുന്നവരാണ്. നിങ്ങൾ ഒരു കാര്യം ഉറക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ലോകത്ത് ഏറ്റവും സുതാര്യവും കുറഞ്ഞ നിരക്കിലും നികുതി ഈടാക്കുന്ന രാജ്യം ഇവിടെയാണ്. പക്ഷെ ഈടാക്കേണ്ടവരിൽ നിന്നും പലരും ഈടാക്കുന്നില്ല എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ വരുമാന നഷ്ടം ഉണ്ടാവാനുള്ള കാരണം. അറിഞ്ഞിടത്തോളം GST ആയാലും ആ കാര്യങ്ങളിലായാലും ക്രമാനുഗതമായി പല ഇനങ്ങൾക്കുമുള്ള നികുതിയുടെ റേറ്റ് കുറയുമ്പോഴും നികുതി ഘടനയിൽ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. പക്ഷേ ഞാൻ പെട്ടെന്ന് മറുപടി പറയാം, സമയം കുറവുള്ളത് കൊണ്ട്. ഒന്ന്, അങ്ങ് പറഞ്ഞെടുത്തതിനെ തുടങ്ങുകയാണ്. അങ്ങ് പറഞ്ഞല്ലോ, ആ ശ്രീ കല്യാണരാമനാണെങ്കിലും ശരി, ആ മനോരമയുടെ പ്രോഗ്രാം ഞാനും കണ്ടതാണ്, TV-യിലൂടെ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ പറഞ്ഞ സത്യമാണ്. കാരണം രാജ്യത്ത് കോർപ്പറേറ്റ് ടാക്സ് ഇപ്പോൾ വളരെ കുറവാണ്. നമുക്ക് ടാക്സ് പേഴ്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ, ഇൻഡിവിജ്വൽ ടാക്സേഴ്സിന്റെ കാര്യം വരുമ്പോൾ, ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് വളരെ കൂടുതലാണ്. കോർപ്പറേറ്റുകാർ കുറവാണ്. അവർ പറഞ്ഞ സത്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് 2 കാര്യങ്ങളാണ്. രോണി, ഒന്ന് നോക്കൂ. ഇതിനകത്ത് നമ്മുടെ രാജ്യം 2047 ഒരു വികസിത രാജ്യമാകണമെങ്കിൽ 2 മേഖലകളിൽ മാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒന്ന്, എക്കണോമിക് ഡെവലപ്മെന്റിനകത്ത് ഇൻഇക്വാലിറ്റി കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ എന്റെ അവസരമാണ്. ഞാൻ രണ്ടുപേരോടും ഇടപെടുകയാണ്. സമയക്കുറവുണ്ട്, ദയവായി ക്ഷമിക്കുക. സമയക്കുറവുള്ളത് കൊണ്ട് മാത്രമാണ്.